ഹായ് ഫ്രണ്ട്സ്, ഞാൻ റിൻസി ജോൺസൺ. റിൻസീസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാട് പോൾസൺ നിരപ്പേൽ നഴ്സറിയിലാണ്. ഇന്നിപ്പോൾ നമ്മൾ അറിയാൻ പോകുന്ന വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരുപാട് ജാതിയുടെ വിശേഷങ്ങൾ ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, സീരിയൽ പോലെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇന്ന് അറിയേണ്ട വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് തൈകളുടെ പരിചരണം, അതുപോലെ വളപ്രയോഗം, അതുപോലെ അതിന് എന്തൊക്കെയാണ് പ്രത്യേകിച്ച് പരിപാലനം വേണോ, ഇതെല്ലാം കുറേ സംശയങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ചേട്ടനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിക്കാം അല്ലേ? ചേട്ടാ ഒന്ന് വരും. നമസ്കാരം. ചേട്ടനെ എല്ലാവർക്കും അറിയാം, എന്നാലും പുതിയതായിട്ട് കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പേരെന്ന് പറഞ്ഞു. ഞാൻ പോൾസൺ നിരപ്പേൽ, തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാട് ജാതികളുടെ വിവിധ ഇനങ്ങളുടെ ഹൈബ്രിഡ് ജാതികളുടെയും ബ്രാൻഡഡ് ഇനം ജാതികളുടെയും സാധാ ബഡ് ജാതികളുടെയും നഴ്സറി നടത്തുന്നതാണ്. ഈ ജാതി കൃഷി പരിപാലന രീതിയെക്കുറിച്ച് പറയുമ്പോൾ ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നോട് പല കർഷകരും നമ്മൾ പറയുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല കർഷകരും ഞങ്ങൾക്ക് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ വ്യത്യസ്തമായ രീതികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ ഞങ്ങൾക്ക് ബഡ് മൂടി നടുന്നത്, കാട്ടുജാതി ചെയ്തിട്ട് ബഡ് മൂടി നടുന്നത്, ബഡ് വണ്ണം വെച്ച് ബഡിൻ്റെ ഭാഗം അല്ലെങ്കിൽ കാട്ടുജാതിയുടെ ഭാഗം വണ്ണം വെച്ച് തരുന്നത് കാണാതിരിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറഞ്ഞ പോലെയുള്ള കുറച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വ്യക്തത വരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഡ് മൂടി കാട്ടുജാതിയെ ചെയ്ത ജാതി ബഡ് മൂടി നട്ട ഒരു ജാതി നമ്മൾ കൃത്യമായിട്ട് പറിച്ചു നോക്കുന്നു. ഞാൻ പറയുന്നത് ഈ സാധനം ബഡ് മൂടി നടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാടൻ ജാതിക്ക് ചെറുവേരുകൾ കൂടുതലാണ്, അതാണ് വളം വലിക്കാൻ ഏറ്റവും നല്ലത്. കാട്ടുജാതിക്ക് തായ്വേര് കൂടുതലാണ്, കാറ്റ് പിടിച്ച് മറിഞ്ഞു പോകാതിരിക്കാനും വെള്ളം വലിക്കാനും കാട്ടുജാതി വേണം. അങ്ങനെ 2 in 1 മെത്തേഡിൽ വേണം ജാതി പ്ലാന്റ് ചെയ്യാനാണെന്ന് ഞാൻ പറഞ്ഞത്. അതാണ് കർഷകർക്ക് ഏറ്റവും ഉചിതമായ മാർഗം. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ പ്രിയപ്പെട്ട പ്രൊഫസർമാരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടി അല്ല. ഇത് നമ്മുടെ ഒരു ഗോൾഡൻ ജാതിയാണ്. ഇപ്പോൾ ഈ സമയത്ത് ചെറുകായൊക്കെ ആയി വന്നു. ഈ സാധനം നമ്മൾ ബഡ് മൂടിയാണ് നട്ടിരിക്കുന്നത്. ബഡ് മൂടി നടുന്നത് എല്ലാവരും പലരും പറയുന്നുണ്ട് ഇത് ബൾജ് ചെയ്ത് വരുന്നത്, വണ്ണം വെച്ച് വരുന്നത് കാണാതിരിക്കാനാണ്. കാണാതിരിക്കാൻ തന്നെയല്ല, കണ്ടാലും ഇല്ലെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബഡ് മൂടി നടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 in 1 മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ ജാതിയുടെ ഭാഗത്തുനിന്നും കൂടെ വേര് പൊട്ടി നാടൻ ജാതിയുടെ ഗുണവും നാടൻ ജാതിയുടെ ചെറുവേരിൻ്റെ ഗുണവും കാട്ടുജാതിയുടെ തായ്വേരിൻ്റെ ഗുണവും കർഷകന് ഒരേപോലെ ലഭിക്കണം. അതിനുവേണ്ടിയാണ് ബഡ് മൂടി നടണമെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഇത് കടം മാന്തി നോക്കിയിട്ടുണ്ട്. നോക്ക്, നാടൻ ജാതിയുടെ ഭാഗത്തുനിന്ന് വേര് പൊട്ടിയേക്കുന്നുണ്ടോ? നാടൻ ജാതിയുടെ ഭാഗത്തുനിന്ന് വേര് പൊട്ടിക്കുന്നത് ഇതൊരു വേര്, പിന്നെ ഈ വേരൊക്കെ വന്നേക്കുന്നത്. നമുക്കിതിനെ ഒന്ന് പറിച്ച് അതൊന്ന് വാഷ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ കടയൊന്ന് വാഷ് ചെയ്ത് ആ വേരൊന്ന് നോക്കാം, ഇങ്ങനെ അതിൻ്റെ അവസ്ഥ എന്ന്. നാടൻ ജാതിയുടെ ഭാഗത്തുനിന്നേ വേര് പൊട്ടിയേക്കുന്നുണ്ടോ? ഇത് നാടൻ ജാതിയുടെ വേര, ഈ മൂളി കാണുന്നത് കണ്ടാ മൂളി കാണുന്നത് നാടൻ ജാതിയുടെ വേര് കണ്ടാ, മൂളി കാണുന്നത്. ഇനി കാട്ടുജാതിയുടെ ഭാഗം വരെ നമുക്ക് എത്തിക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരു ഗോൾഡൻ ജാതി ഇതേ കായ്ച്ചിരിക്കുന്നു. ഏകദേശം ഒരു 2 വർഷമായ ഗോൾഡൻ ജാതി നമ്മൾ ഒരെണ്ണം കടയിലത്തെ മണ്ണ് മാറ്റി നോക്കുകയാണ്. ബഡ് മൂടി നട്ടാൽ എന്താണ് അവസ്ഥ? ഞാൻ പറഞ്ഞല്ലോ, പല ഭാഗത്തും അടിയിലത്തെ തായ്വേരിൻ്റെ ഗുണം കിട്ടും, മുകളിലത്തെ ചെറുവേരിൻ്റെ ഗുണം കിട്ടുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മളൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് കാട്ടുജാതിയുടെ ഭാഗം, ബഡ് ചെയ്ത ജോയിൻ്റ്. ഇത് നാടൻ ജാതിയുടെ ചെറുവേരുകൾ. ഞാൻ പറഞ്ഞില്ലേ നാടൻ ജാതിക്ക് ചെറുവേരുകൾ കൂടുതലാണ്. കണ്ടോ, നാടൻ ജാതിയുടെ ചെറുവേരുകൾ. ഇത് കാട്ടുജാതിയുടെ ഭാഗത്തുനിന്നുള്ള വേര്. ഇതാണ് ജോയിൻ്റ്. കണ്ടോ, കാട്ടുജാതിയുടെ ഭാഗം വണ്ണം വെച്ചിരിക്കുന്നു, നാടൻ ജാതിയുടെ ഭാഗം ചെറുതായിരിക്കുന്നു. ആ ജോയിൻ്റ് കൃത്യമായിട്ട് തിരിച്ചറിയാൻ നമുക്ക് പറ്റും. ഇത് കണ്ടോ, കാട്ടുജാതിയുടെ വലിയ വേരുകൾ. മരം കടപുഴകി വീഴാതിരിക്കാനുള്ള തായ്വേരും വലിയ ശക്തമായ വേരുകളും കാട്ടുജാതിക്കുണ്ട്, വെള്ളം വലിക്കാനും. ആ വലിയ വേരുകളാണ് കാണുന്നത്. ഇത് ചെറിയ വേരുകളുടെ ഒരു കൂട്ടം. വളം വലിക്കുന്ന വേര് എവിടെയാണെന്നുള്ളത്, ഭൂമിയിൽ നിന്ന് ഒരു 2 ഇഞ്ച് താഴ്ചയിൽ വരെയോ വളം വലിക്കുന്ന വേരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഈ ചെറുവേരുകൾ എവിടെയാണെന്ന് നോക്ക്. വളം വലിക്കുന്ന വേര് ഇങ്ങനെ ബഞ്ചായി നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്ക്. അടിയിലോട്ട് ശക്തമായ വേരുകളേ ഉള്ളൂ. അതുകൊണ്ടാണ് വളം ചെയ്യുമ്പോൾ മുകളിലേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കൂടിയാണ് ഞാൻ കർഷകരോട് പറയുന്നത്, കാട്ടുജാതിയല്ലേ ബഡ് ചെയ്ത് ബഡ് മൂടി വയ്ക്കാൻ. അത് കട വണ്ണം വെച്ച് വരുന്നത് കാണാതിരിക്കാനല്ല,
അതിന് കർഷകർക്ക് ഗുണം കിട്ടണം. 2 in 1 മെത്തേഡ്. നാടൻ ജാതിയുടെ ഗുണം, കാട്ടുജാതിയുടെ തായ്വേരിൻ്റെ ഗുണം, നാടൻ ജാതിയുടെ ചെറുവേരിൻ്റെ ഗുണവും കിട്ടും. ഈ നമ്മൾ പറയില്ലേ ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തി പോവാന്ന് പറയുന്നവരോടല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കർഷകരോടാണ് പറയുന്നത്. പിന്നെ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നവരോടും എനിക്ക് ഒന്നും പറയാനില്ല. കർഷകർക്ക് ഗുണം കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ മരം എന്ന് പറയാനില്ല, ചെടി ഇവിടെ എൻ്റെ നഴ്സറി തന്നെ നിൽക്കുന്നതാണ്. ഇതിന് എൻ്റെ കട മൂടാൻ പോവാണ്. ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് നേരിട്ട് കാണാം. ഞാനിത് ഒട്ടിച്ച് വെച്ചൊന്നുമല്ല കേട്ടോ. വേര് അടിവശം കവറൊന്ന് വരഞ്ഞിട്ട് ഒരു സൈഡും വരയുക, എന്നിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുക. അങ്ങനെ പൊളിച്ചെടുത്തിട്ട് ആ കവറിലോട്ട് കുഴിയിലോട്ട് വയ്ക്കുന്നു. എന്നിട്ട് മണ്ണിടുന്നു. അതൊന്ന് ചവിട്ടി ഉറപ്പിച്ചോ. സൈഡേ ചെറുതായിട്ടൊന്ന് ചവിട്ടി ഉറപ്പിക്കുക, വലുതായിട്ട് ഉറക്കി വിട്ടത്. ഇതിപ്പോൾ നമ്മൾ ഇവിടം വരെ തയ്യായിരുന്നു. ഇത് ബഡ് ജോയിൻ്റ്. ഈ ബഡ് ജോയിൻറ്റിന് മുകളിൽ നാടൻ ജാതിയുടെ ഭാഗം. അപ്പോൾ നമ്മൾ ഇതും കൂടെ മണ്ണിട്ട് മൂടണം. നാടൻ ജാതിയുടെ ഭാഗം കൂടെ, ബ്രൗൺ ആയ നാടൻ ജാതിയുടെ ഭാഗം കൂടെ. അത് പച്ചയായിരിക്കുമ്പോൾ പറ്റില്ല. പച്ചയായിരിക്കുമ്പോൾ നമ്മൾ ചെറിയ തൈ കൊണ്ടുപോകുന്നവർക്ക് അത് ബ്രൗൺ ആവുന്നോടം വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ബ്രൗൺ ആയ ഭാഗം കൂടെ, നാടൻ ജാതിയുടെ ഭാഗം കൂടെ മണ്ണ് എത്തിച്ച് മൂടിയിടുക. അതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ഒരു മാസത്തേക്ക് പുതിയ മണ്ണായതുകൊണ്ട് നമ്മൾ നനച്ച് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വേറെ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പുതിയ മണ്ണിലോട്ട് ചെല്ലുമ്പോൾ ചെടിക്ക് വേറെ മണ്ണിൻ്റെ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മാസം നനച്ച് കൊടുക്കുക, തണൽ കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഒരു 11-12 മണി തൊട്ട് 3 മണി വരെയുള്ള വെയിൽ ഇതിൻ്റെ മുകളിലോട്ട് അടിക്കാത്ത വിധത്തിലുള്ള ഒരു തണൽ കൊടുക്കുക. അത് നമുക്ക് ഒന്നെങ്കിൽ ഷെയ്ഡ് നെറ്റിൻ്റെ ഒരു കഷ്ണമോ അല്ലെങ്കിൽ ചീമക്കൊന്ന അല്ലെങ്കിൽ ഒരു ഓല കുത്തി കൊടുക്കുക. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ തണൽ കൊടുക്കുക. അത് തന്നെയല്ല, നമ്മൾ വളം ചെയ്യുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ സ്വല്പമാണ് ചാണകപ്പൊടിയോ ആട്ടുംകാട്ടാണെങ്കിൽ നല്ലത്, ഫംഗസ് കേട് വരാതിരിക്കും. ചാണകപ്പൊടിയോ ആട്ടുംകാട്ടോ എന്തെങ്കിലും അതിൻ്റെ ചുവട്ടിൽ കുറച്ചിട്ട് കൊടുക്കുക. കുറച്ചെന്ന് പറഞ്ഞാൽ 100 ഗ്രാം. ചെറിയ ചെടിയല്ലേ, ചെറിയ ചെടിക്ക് നമ്മൾ ഒരുപാട് വലിയ ചെടിക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കരുത്. വളപ്രയോഗം വളരെ കുറച്ചേ പാടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ, ഭക്ഷണം കൊടുക്കുമ്പോൾ, കുഞ്ഞു പിള്ളേർ ജനിച്ച് ഒരു മാസമായ കൊച്ചിന് അല്ലെങ്കിൽ ഒരാഴ്ചയായ കൊച്ചിന് നമ്മൾ 3 നേരം അല്ല കൊടുക്കുക, ഓരോ മണിക്കൂർ ഇടവിട്ടാണ് പാല് കൊടുക്കുക. ഇത് ചെറിയ ചെടിയാണ്. ചെറിയ ചെടിക്ക് നമ്മൾ ആണ്ടിലൊരിക്കൽ വളം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. എല്ലാ മാസവും ആദ്യത്തെ വർഷം 1-ാം വർഷം ചെടിക്ക് എല്ലാ മാസവും കുറേശ്ശെ ഒരു 50 ഗ്രാമോ 100 ഗ്രാമോ വെച്ച് ആട്ടുംകാട്ടോ ചാണകപ്പൊടിയോ എന്തെങ്കിലും കൊടുക്കുക. രാസവളം കൊടുക്കേണ്ടവർക്ക് ഫാക്ടംബോസോ അങ്ങനെ എന്തെങ്കിലും 5 ഗ്രാം കൂടുതൽ കൊടുക്കരുത്, കുറേശ്ശെ കൊടുക്കുക. പിന്നെ ബോഡോ മിക്സർ മാസത്തിൽ 1 വെച്ച് 1-ാം വർഷം തൈക്ക് മാസത്തിൽ 1 വെച്ച് അടിക്കണം. 2-ാം വർഷം ചെടിക്ക് ബോഡോ മിക്സർ 2 മാസം കൂടുമ്പോൾ 1 വെച്ച് അടിക്കണം. 3-ാം വർഷമായ ജാതി തൈക്ക് 3 മാസം കൂടുമ്പോൾ ബോഡോ മിക്സർ, അതായത് സാഫ് അങ്ങനെ ഏതെങ്കിലും കോപ്പർ കലർന്ന ഫംഗിസൈഡ് ഏതെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ 4-ാം വർഷം തൊട്ട് 6 മാസം കൂടുമ്പോൾ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഫംഗിസൈഡ്. അതേപോലെ വളം പ്രയോഗത്തിൻ്റെ അളവും മാസം എന്നുള്ളത് 2 മാസം കൂടുമ്പോൾ ആക്കുക, 3 മാസം കൂടുമ്പോൾ ആക്കുക. അത് കഴിഞ്ഞ് പിന്നെ വലിയതായി കഴിഞ്ഞാൽ ഒരു 4-5 വർഷം ആയിക്കഴിഞ്ഞാൽ വർഷത്തിൽ 1-2 പ്രാവശ്യം വളം ചെയ്താൽ മതി. അത് കഴിയുന്നതും മഴക്കാലത്ത് ചെയ്യാതിരിക്കുക. തുലാമഴയുടെ സമയം തൊട്ട് ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വളം മഴക്കാലത്ത് ചെയ്തിട്ടാണ് ഫംഗസ് കേട് ജാതിക്ക് വരുന്നത്. മഴക്കാലത്ത് ഫംഗസ് ചോട്ടിൽ ഫോമാവും. ഈ വളത്തിൽ വെള്ളം കെട്ടിക്കിടന്ന് കഴിയുമ്പോൾ ചോട്ടിൽ ജാതിയുടെ ചോട്ടിൽ വളവും വെള്ളവും കൂടെ, ചാണകവും അല്ലെങ്കിൽ അങ്ങനെയുള്ള വളവും വെള്ളവും കൂടെ കെട്ടിക്കിടന്ന് കഴിയുമ്പോൾ ജാതിയുടെ ചോട്ടിൽ ഫംഗസ് ഫോമായിട്ടാണ് ജാതിയുടെ വേരിലും ഇലയിലും ഒക്കെ ഫംഗസ് കേട് വരുന്നത്. അതുകൊണ്ട് വളപ്രയോഗം മുഴുവൻ തുലാമഴയുടെ സമയത്തോട്ട് മാറ്റുക. അതാണ് ഏറ്റവും ഉചിതമായ മാർഗ്ഗം. പിന്നെ വേനൽക്കാലത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നന കൊടുക്കുക. വളമൊക്കെ വെറുതെ ചോട്ടിലിട്ട് കൊടുക്കുക. യാതൊരു കാരണവശാലും ജാതിയുടെ വേര് പൊട്ടാനോ തടെടുക്കാനോ പാടില്ല. എന്ത് വളം വേണമെങ്കിലും ചോട്ടിലിട്ട് കൊടുക്കുക, വെറുതെ ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ ചപ്പും ചവറും പൊതിയിടുക, നനച്ചു കൊടുക്കുക. അതാണ് ശരിയായ രീതി, ജാതിക്ക് കേട് വരാതിരിക്കാനും ഉൽപ്പാദനം കിട്ടാനുള്ള മാർഗ്ഗം. പിന്നെ നമ്മൾ പല കർഷകരും ചോദിക്കുന്നുണ്ട്, അതെ എനിക്കൊരു 10 വർഷമായ അല്ലെങ്കിൽ 5 വർഷമായ ജാതിയുണ്ട്, അതിന് ഞാനിപ്പോൾ തൽക്കാലം ഒരു 4 കൊട്ട ആട്ടുംകാട്ടം ഇട്ടും 2 കൊട്ട ചാണകം ഇട്ടു, 3 കൊട്ട എല്ലുപൊടി ഇട്ടു, പിന്നെ ഫാക്ടംബോസ്, യൂറിയ, അങ്ങനെ നാട്ടിൽ കിട്ടുന്ന എല്ലാ രാസവളങ്ങളുടെ പേരും പറയും. ഇതെല്ലാം ഇട്ടു, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തെ ഓർത്ത് നാട്ടിൽ സജസ്റ്റ് ചെയ്യുന്ന എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന എല്ലാ വളവും മേടിച്ച് കർഷകർ ഇടാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല.
4 or 5 നേരം കഴിക്കേണ്ട അല്ലെങ്കിൽ 2 ദിവസം കഴിക്കേണ്ട ഭക്ഷണം നിങ്ങൾ തന്നെ ഒരു നേരം കൊണ്ട് കഴിച്ചു നോക്കിയാൽ എന്താ ഉണ്ടാവുക എന്ന് ദഹനക്കേട് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ജാതിക്ക് കേടേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടില്ല. ഒരു 10 വർഷമായ ജാതിക്ക് ഒരു കൊട്ട ആട്ടുംകാട്ടേ 1 വർഷം ആവശ്യമുള്ളൂ. ചെറിയ ചെടിയാണെങ്കിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കൊടുക്കണം അതിനനുസരിച്ച്. പിന്നെ രാസവളം ഇടുകയാണെങ്കിൽ ഒരു പൊട്ടാഷൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 1/2 കിലോ പൊട്ടാഷ് 100 ഗ്രാം വെച്ച്, 10 വർഷമായ ജാതിയുടെ കാര്യമാണ് കേട്ടോ, ഒരു 1/2 കിലോ പൊട്ടാഷ് 100 ഗ്രാം വെച്ച് 4 പ്രാവശ്യമായിട്ട് കൊടുക്കുക. അതിൻ്റെ ആവശ്യം നടന്നു. അതേപോലെ ഫാക്ടംബോസോ അങ്ങനെ എന്ത് വളം കൊടുക്കുകയാണെങ്കിലും ഒരു 1/2 കിലോ 10 വർഷമായ മരത്തിന് അതിൻ്റെ ആവശ്യമുള്ളൂ. അത് പല തവണയായിട്ട് കൊടുക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, അല്ലെങ്കിൽ ആ എത്ര പ്രാവശ്യം കൊടുക്കണം, എത്ര വർഷത്തിൽ കൊടുക്കണം എന്നുള്ളത് ആൾക്കാർക്ക്. 10 വർഷമായ മരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. ചെറിയ ചെടികളായിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക, പക്ഷെ ചെറിയ ക്വാണ്ടിറ്റി. ഇപ്പോൾ 1 വർഷമായ ചെടിക്കൊക്കെ ഒരു 5 ഗ്രാം ഫാക്ടംബോസ് ഒക്കെ കൊടുക്കാവുള്ളൂ. അതേപോലെ ആട്ടുംകാട്ടോ ചാണകമെല്ലാം ഇടുകയാണെങ്കിൽ ഉണക്ക 100 ഗ്രാം അല്ലെങ്കിൽ പച്ചയാണെങ്കിൽ 100 ഗ്രാമിൽ താഴെ ഇടാവുള്ളൂ. കുറച്ച് കൊടുത്തു എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, കൂടുതൽ കൊടുക്കരുത്. ഫംഗസ് കേട് വരും. ജാതി സെൻസിറ്റീവായ ചെടിയാണ്, ആടിൻ്റെയും മുയലിൻ്റെ ഒക്കെ പോലെ സെൻസിറ്റീവായ ചെടിയാണ്, പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുള്ള ചെടിയാണ്. കർഷകർക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഞാനിത് പറയുന്നത് കേട്ടോ. പിന്നെ പലരും പറയുന്നത് കേൾക്കാറുണ്ട്, ഈ നാടൻ ജാതിയിൽ ബഡ് ചെയ്ത് ഉയർത്തി, നാടൻ ജാതി വെച്ച് വലിയ കവറിലാക്കി വെച്ച് ഉയർത്തിയിട്ട് ബഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലുള്ള 2 കമ്പുകൾ 2 സ്റ്റെപ്പ് ആൺജാതിയായിട്ട് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ പരാഗണം പോളിനേഷൻ എളുപ്പം നടക്കും, കാപിടുത്തം കൂടുതലുണ്ടെന്ന്. സംഭവം ശരിയാണ്, അവർ പറഞ്ഞത് ശരിയാണ്. ആൺജാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ പോളിനേഷൻ നടക്കും, പരാഗണം നടക്കും, കാ കൂടുതൽ കിട്ടും. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള തോട്ടങ്ങളിൽ, നമ്മൾ കേരളത്തിൽ ഇഷ്ടംപോലെ ജാതിത്തോട്ടമുണ്ട്, പോയി നോക്കൂ. ഒരു 10 വർഷമായ മരത്തിൻ്റെ നോക്കൂ, അടിക്കമ്പുകൾ മുഴുവൻ, ഇതിപ്പോൾ 2 ഇതൊരു സ്റ്റെപ്പ് ഒന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ ഇതും കൂടെ കൂട്ടിക്കോ, ഇത്ര ഉയരം വരെയുള്ള മുഴുവൻ കമ്പുകളും വെട്ടിക്കളയും. കാ പറക്കേണ്ട സമയമായി കഴിഞ്ഞാൽ പറിച്ച് വീഴുന്ന പെറുക്കാൻ വരുന്ന കായകൾ, ചോട്ടിൽ വീഴുന്ന കായകൾ നമ്മൾ പെറുക്കാൻ വരുമ്പോൾ നമ്മുടെ തലമുട്ടും ഈ കമ്പുകളിൽ. ഇത് ഇച്ചിരി കൂടെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തലമുട്ടി കഴിയുമ്പോൾ പ്രായോഗികമായിട്ട് ഇത് സാധിക്കില്ല. അപ്പോൾ ഈ കമ്പുകൾ വെട്ടിക്കളയേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന വിദഗ്ധ ഉപദേശം തന്ന ആളുകൾ ആരും ഉണ്ടാവില്ല. നിങ്ങൾക്കിത് വെട്ടിക്കളയേണ്ടേയും വരും, പോളിനേഷൻ നടക്കാതെയും വരും, കാപിടുത്തം കുറയുകയും ചെയ്യും. അതുകൊണ്ട് 20 പെൺജാതി നടന്നെങ്കിൽ, ഈ സെമി ആൺജാതി സെമി പെൺജാതിയുണ്ട്, അങ്ങനത്തെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ പകുതി ആൺപൂവും പകുതി പെൺപൂവായിട്ട് വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തതാണെങ്കിൽ പെൺജാതി പ്യുവർ ഹൈബ്രിഡ് വെറൈറ്റികളാണ് നടന്നെങ്കിൽ തീർച്ചയായിട്ടും പോളിനേഷന് വേണ്ടി നമുക്ക് ആൺജാതി 20:1 എങ്കിലും വെക്കണം. 10:1 ആണ് യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങൾ, IASR പോലെ സ്ഥാപനങ്ങൾ പറയുന്നത്. എങ്കിലും 20:1 എങ്കിലും ആദ്യമേ തന്നെ വെച്ചുവിടുക. വിദഗ്ധ ഉപദേശത്തിന് നിൽക്കരുത്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ നിങ്ങൾ അബദ്ധത്തിൽപ്പെടും. കാരണം ഭാവിയിൽ ഉറപ്പായിട്ട് ഇത് ഈ അടിക്കമ്പുകൾ വെട്ടിക്കളയേണ്ടതായിട്ട് വരും നിങ്ങൾക്ക്. അല്ലെങ്കിൽ സമീപത്തുള്ള തോട്ടങ്ങളൊന്ന് സന്ദർശിച്ചാൽ മതി. ഇത് KAU പൂത്തുറയുടെ തൈയാണ്. കാട്ടുജാതിയെ ബഡ് ചെയ്തതാണ്, നാടൻ ജാതിയെ ബഡ് ചെയ്തതുകൊണ്ട്. അപ്പോൾ ആൾക്കാർ പറയും, ഈ തൈകൾ നിങ്ങൾക്ക് നാടൻ ജാതിയെ ബഡ് ചെയ്ത വലിയ തൈകൾ മേടിച്ചു കൊടുക്കുന്നത്. വലിയ തൈകളൊന്നും മേടിച്ച് കഴിഞ്ഞാൽ കർഷകർക്കുള്ള കുഴപ്പം എന്നാ വെച്ച് കഴിഞ്ഞാൽ, നല്ലതാണ് വലിയ തൈ മേടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, വലിയൊരു കവറിൽ വലിയൊരു തൈ കിട്ടും, പക്ഷേ അതിൻ്റെ ബഡ് എന്നുള്ള ഭാഗം ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ കഷ്ടി 2ാം സ്റ്റെപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. 1000 രൂപ നിങ്ങൾ കൊടുക്കണം. ഏത് വെറൈറ്റിയുടെ ആണെങ്കിൽ ഏകദേശം 1000 രൂപയോളം ഇവർ മേടിക്കും. പക്ഷേ കർഷകർക്ക് എന്താണ് ഗുണമുള്ളത്? ഒരു ഗുണവുമില്ല. പിന്നെ രണ്ടാമതൊരു ഗുണമുണ്ട്. ഇപ്പോൾ ഒരു 100 തൈ ഒരു കർഷകൻ കൊണ്ടുപോകണമെങ്കിൽ ടെമ്പോ വിളിച്ച് കൊണ്ടുകൊണ്ട് വരും. ദൂരെ നിന്ന് ഒരു 150-200 കിലോമീറ്റർ അകലേന്ന് വന്നിട്ട് കർഷകനെ കൊണ്ടുപോകണമെങ്കിൽ ടെമ്പോ വിളിച്ച് കൊണ്ടുപോകേണ്ട വരും. ഇതാണെങ്കിൽ സ്വന്തം കാറിൻ്റെ ഡിക്കിയിൽ വളരെ സിമ്പിളായിട്ട് എടുത്തു വെച്ച് കൊണ്ടുപോകാൻ പറ്റും. 2.5 കിലോ താഴെ ഒരു കവറിന് വെയിറ്റ് വരുള്ളൂ. മറ്റേത് ഓരോ കവറിനും മിനിമം 100 കിലോ വെച്ച് വെയിറ്റ് വരും. 100 തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി? 10 ടണ്ണായി. അപ്പോൾ ഇത് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളൊരു ടെമ്പോ വിളിച്ച് കൊണ്ടുകൊണ്ട് വരും. ആ വണ്ടിക്കൂലി നഷ്ടം എന്ന് വെച്ചിട്ട് തൈക്ക് വലിപ്പമൊന്നും വരുന്നില്ല. ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ 1.5 സ്റ്റെപ്പൊക്കെ ആയ തൈയാണ് ഈ 1000 രൂപ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. പിന്നെ ആൾക്കാർക്കൊരു സുഖം, കൂടുതൽ കാശ് കൊടുത്ത് മേടിക്കേണ്ടവർ മേടിച്ചോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ചെടി ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചെറുപ്രായത്തിൽ നമ്മൾ ഏത് കാലാവസ്ഥയെ കൊണ്ടിട്ടാലും ജോയിൻ്റ് ആവും. തണുപ്പുള്ളടത്തുനിന്ന് ചൂടുള്ളടത്തോട്ടും ചൂടുള്ളടത്തുനിന്ന് തണുപ്പുള്ളടത്തോട്ടും. പക്ഷേ കുറച്ച് പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കാലാവസ്ഥയായിട്ട് ജോയിൻ്റ് ആവാൻ പാടാണ്. ഏത് തൈയും ചെറുതായിരിക്കണം നമ്മൾ മേടിച്ച് വെക്കുന്നത്. എങ്കിലേ നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന ആ കാലാവസ്ഥയായിട്ട് മണ്ണുമായിട്ടും പ്രകൃതിയായിട്ടും ജോയിൻ്റ് ആവുള്ളൂ. ഇത് നമ്മൾ ജാതിനെ നമ്മൾ ഹാർഡൻ ചെയ്തെടുത്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ വെറൈറ്റി ബഡ്വുഡ് നമ്മൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മൾ ചെറിയ ചെടിയായിരുന്നപ്പോൾ മഴക്കാലത്ത് വെച്ചു, ചെറിയ ഷെയ്ഡ് കൊടുത്തു. അത് പുതുമഴ പെയ്ത സമയത്ത് വെച്ചു, ചെറിയ ഷെയ്ഡ് കൊടുത്തു. അതിന് മഴക്കാലത്ത് ആ ഷെയ്ഡ് മാറ്റി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വേനൽക്കാലമായി, വെയിൽ ബാധകമല്ല, ഒന്ന് ഹാർഡനായി വന്നു. അത് വെയിലും മഞ്ഞും മഴയൊക്കെ ആയിട്ട് സെറ്റായി ഹാർഡനായി വന്നു.
അതുകൊണ്ട് വലിയൊരു തണലിൻ്റെ ആവശ്യം യാതൊരു കാരണവശാലും ജാതിക്കില്ല. ഇതിപ്പോൾ ഒരു 1.5 വർഷമായിട്ടുണ്ടാവും. 1.5 വർഷമായിട്ടില്ല, 1 വർഷമായിട്ടുണ്ടാവുള്ളൂ ഈ തൈ വെച്ചിട്ട്. ഈ കഴിഞ്ഞ ദിവസമേ എനിക്കൊരു പാർട്ടി വിളിച്ചു, തന്നെ ഒരു കർഷകൻ വിളിച്ചു. അദ്ദേഹം ഒരു 10-30 ജാതി കൊണ്ടുപോയി വെച്ചു, മൊത്തം ഉണങ്ങിപ്പോയി. എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് അപ്പം എൻ്റെ തന്നെ കൊണ്ടുപോയതാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു വന്നപ്പം ആള് വളം മേടിച്ചിട്ടു വന്ന്. വളം മേടിച്ചു. എന്ത് വളമാന്ന് ചോദിച്ചു. ഈ ഒരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് വെച്ചിട്ട് ഈ അറക്കപ്പൊടിയില്ലേ, അറക്കപ്പൊടി വളമാക്കി മാറ്റി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടു. അത് വെച്ചിട്ട് ഇതിൽ ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു, അത് എല്ലാ കൃഷിക്കാരും ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ട് അദ്ദേഹം, ആ പാവപ്പെട്ട കർഷകൻ, ഈ സാധനം മേടിച്ചിട്ടു. ഞാൻ നോക്കിയപ്പം എൻ്റെ അറിവനുസരിച്ച് ഇത് നടക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പണ്ട് കാലത്ത് ഈ മുളയില്ലേ, മുളയൊക്കെ ഉണക്കാൻ വേണ്ടി ഈ അറക്കപ്പൊടിയാണ് ചോട്ടിലിടുക. ഈ പാവപ്പെട്ട കർഷകൻ ഈ അറക്കപ്പൊടി കൊണ്ടുപോയിട്ടിട്ട് ഈ സാധനം ഉണങ്ങിപ്പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ കർഷകർ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ പറയുന്നത് കേട്ട് വല്ലാണ്ട് പോയി പെടരുത്. പാവപ്പെട്ട കർഷകർ വിചാരിക്കും ഇവരൊക്കെ പറയുന്നത് ശരിയാന്ന്. ഇവർക്കൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വലിയ ആളാവാൻ, ഞാൻ വലിയ അറിവുള്ളൊരു വ്യക്തിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ വൈക്കത്തുള്ള ഇതേപോലെ ഒരു എല്ലാ ഗ്രൂപ്പിലും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് തോട്ടം കാണാൻ വേണ്ടി, നമ്മുടെ പൂത്തറ ജോസഫേട്ടൻ വൈക്കത്താണല്ലോ, നല്ല ബെസ്റ്റ് തോട്ടമുള്ള ബെസ്റ്റ് ജാതിയുമാണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി കുറേ കർഷകർ സംഘമായിട്ട് ഗ്രൂപ്പായിട്ട് പോയി. അപ്പോൾ ഈ വലിയ തള്ളൊക്കെ തള്ളുന്ന പ്രൊഫസറുടെ അടുത്തും പോയി. പ്രൊഫസർ നല്ല ഒന്നാന്തരം ജാതിത്തോട്ടമൊക്കെ കാണിച്ചു കൊടുത്തു. ഓ കൊള്ളാമല്ലോ എന്ന്. പിന്നെ ഈ കർഷകർ അറിയുന്ന ഈ വ്യക്തിക്ക് സ്വന്തം തോട്ടമുണ്ട്, പക്ഷേ അത് ആരെയും കാണിക്കാൻ കൊള്ളൂല. കാരണം ആൾ പറമ്പിൽ പോയിട്ട് തന്നെ നാളുകളായി. നാട്ടുകാരുടെ തോട്ടാണ് കാണിച്ചു കൊടുത്തത്, ഫ്രണ്ട്സിന്റെ തോട്ടാണ് കാണിച്ചു കൊടുത്തത്. പിന്നെ അത് പതുക്കെ ലീക്കൗട്ടായി. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഫസർമാരും നാട്ടിലുണ്ട്, എന്താ ചെയ്യാ. പോൾസൺ ചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റി. ഞാനും ഒരാളുടെ ഒരു വീഡിയോ പോയി എടുത്തു. ഈ അറക്കപ്പൊടി കൊണ്ടുള്ള ഒരു വളം നല്ലതാണ്, മണ്ണ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്തത് തെറ്റാണ്, മറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ കട്ട് ചെയ്തു. ഞാനത് സ്റ്റോപ്പ് ചെയ്തു. കാര്യം വെച്ചാൽ നമ്മൾ ഏറ്റവും ജെന്യൂനായിട്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയോ? ഞാൻ ഇതിന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറക്കപ്പൊടി എന്ന് പറഞ്ഞ സാധനം അതിൽ എൻ്റെ അറിവനുസരിച്ച് ഈ തേക്കിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ അത് ചെടി ഉണങ്ങി പോകാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു സാധനമാണ്. നശിച്ചു പോകാൻ ഇത് പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി, അത് നന്നാവാനല്ല നശിക്കാൻ വേണ്ടി ചെയ്യുന്ന സാധനമാണ് അറക്കപ്പൊടി തേക്കിൻ്റെ ഒക്കെ ഇടുന്നത്. പിന്നെ മറ്റു മരങ്ങളുടെ ആണെങ്കിൽ വലിയ മരത്തിന്റെ അറക്കപ്പൊടി എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് വളത്തിന്റെ കണ്ടന്റ് ഉള്ളത്? എന്റെ ചെറിയ അറിവ് വെച്ചാണ്, ഞാനൊരു സയന്റിസ്റ്റ് അല്ല കേട്ടോ. ഈ മരത്തിന്റെ അറക്കപ്പൊടിയിൽ എന്ത് വളത്തിന്റെ അംശമാണ് ഉള്ളത്? മരത്തിന്റെ ഇപ്പൊ പച്ചല ചീഞ്ഞാൽ ശരി, ഒരു മരത്തിന്റെ കാതലിന്ന് വരുന്ന അറക്കപ്പൊടിയിൽ എന്ത് വളത്തിന്റെ അംശമാണ് ഉള്ളത്? അപ്പം അത് നമ്മൾ ഒരുപാട് വളങ്ങൾ കണ്ടമാനം അറിവുകളുടെ പുറകെ പോകാതെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ, ചാണകം, ആട്ടുംകാട്ടൊക്കെ നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നതാണ്. അത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ചെടികൾക്ക് കൊടുക്കുക. കാട്ടിൽ നിൽക്കുന്ന ചെടികൾക്ക്, മരങ്ങൾക്ക്, വൻമരങ്ങൾ കായ്ച്ചിക്കുന്ന കണ്ടിട്ടില്ലേ? ആരാണ് അതിന് വളം ചെയ്യുന്നത്? ചെറിയ ചെടി തൊട്ട് വലിയ മരങ്ങൾ വരെ കാട്ടിൽ നിൽക്കുന്ന ആരാ ഇതിനൊക്കെ ഈ പുതിയ പുതിയ വളങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? ഒന്നുമില്ല. നമ്മൾ ആ ചെടീനെ ഉപദ്രവിക്കാതിരുന്നാൽ തന്നെ അത് കായ്ച്ചോളും. പിന്നെ നമുക്കിവിടെ വിൽക്കുന്നത് കാട്ടുജാതിയിലും നാടൻ ജാതിയിലും ബഡ് ചെയ്തതുണ്ട്. അത് നമ്മുടെ ഹൈബ്രിഡ് ഇനങ്ങളാണെങ്കിൽ ഗോൾഡൻ ശ്രീലങ്കൻ, സിന്ധുശ്രീ, വിശ്വശ്രീ, കേരളശ്രീ, അതേപോലെ പൂത്ര, ഇങ്ങനെയുള്ള വെറൈറ്റികളെല്ലാം നാടൻ ജാതി ചെയ്താലും കാട്ടുജാതി ചെയ്താലും 400 രൂപയാണ് വില. അതേപോലെ ബ്രാൻഡഡ് ഐറ്റംസായ കിങ് ജാതി, കടുകമാക്കൽ, കൊച്ചുകുടി, കെൻറ്റുകര, പുന്നന്താനം, ഫാബ്, അടിമാലി വെറൈറ്റി നീളമുള്ള മാങ്ങാ ജാതി എന്നൊക്കെ പറയുന്നില്ലേ, അതെല്ലാം 300 രൂപയാണ് നാടൻ ജാതി ആണെങ്കിലും കാട്ടുജാതി ആണെങ്കിലും ബഡ് ചെയ്ത തൈകളുടെ വില. ഹൈബ്രിഡ് തൈകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് വിശദമാക്കാമോ? പിന്നെന്താ, വിശദീകരിച്ചു തരാമല്ലോ. ഈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞപ്പോൾ തെങ്ങിന്റെ ചോട്ടിലോട്ട് ഞാൻ കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് അറിയോ? ഈ തെങ്ങ് ഡീൻഡ്യൂറ്റി, ഡ്വാർഫിന്റെ ടോള് എന്നുവെച്ചാൽ ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ കുള്ളൻ തെങ്ങുകൾ ഏതിൻ്റെങ്കിലും 3-ാം വർഷം കായ്ച്ച് നന്നായിട്ട് ഉൽപ്പാദനക്ഷമതയുള്ള നല്ല ഉൽപ്പാദനക്ഷമതയുള്ള കുള്ളൻ തെങ്ങിന്റെ പൂമ്പൊടിയും ഉയരം പോണ തെങ്ങില്ലേ, ടോള് തെങ്ങ്, അതായത് നാടൻ തെങ്ങുകൾ, ഇതിന്റെ ഇതുമായിട്ട് പരാഗണം നടക്കുമ്പോഴാണ് ഹൈബ്രിഡ് ഡീൻഡ്യൂറ്റി എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ടാവുന്നത്. അത് എന്ന് വെച്ചിട്ട് എല്ലാ പരാഗണം നടന്നതും ഹൈബ്രിഡ് ആവില്ല. ഇതിപ്പോ നമ്മൾ ഈ തെങ്ങ് നോക്കുക, ഒറിജിനൽ ഡീൻഡ്യൂറ്റിയാണ്. ഇത് 3-ാം വർഷം തൊട്ട് കായ്ക്കുന്നതാണ്. ഇപ്പൊ 15 വർഷമായി ഇത്ര ഉയരമുള്ളൂ. എന്നാൽ നാടൻ തേങ്ങയുടെ എല്ലാ ഗുണവും ഉണ്ട്,
എന്നാൽ 3-ാം വർഷം തൊട്ട് കായ്ക്കുകയും ചെയ്തു, ഉയരം വെച്ച് പോവില്ല. ഇതാണ് ഹൈബ്രിഡ്. ഈ തെങ്ങ് കണ്ടോ, ഇത് ഇതേപോലെയാണ്. കാപ്പിടുത്തം കണ്ടോ, അവിടെ ഇവിടെ ഓരോ കായുള്ളൂ. പക്ഷേ ഇത് കൃത്യമായിട്ട് പരാഗണം, ഡ്വാർഫിൻ്റെ ടോള്, ചെന്തെങ്ങിൻ്റെ വലിയ തേങ്ങയായിട്ട് പരാഗണം നടത്തി ഡീൻഡ്യൂറ്റി ആയിട്ടുണ്ടായതാണ്. പക്ഷേ അവിടെ ഇവിടെ ഓരോ കായുള്ളൂ. ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഹൈബ്രിഡാന്ന് പറയാൻ പറ്റുക? ഇത് ഹൈബ്രിഡ് അല്ല, പക്ഷേ ഹൈബ്രിഡൈസേഷൻ നടന്നതാണ്. പക്ഷേ അതിനുള്ള ഉൽപാദനക്ഷമത ഇല്ല. അതേപോലെ തന്നെയാണ് ജാതിയുടെ കാര്യത്തിലും. നല്ല രീതിയിൽ ഉൽപാദനക്ഷമത പോളിനേഷനിലൂടെ, ഹൈബ്രിഡൈസേഷനിലൂടെ നല്ല ഇനങ്ങളുമായിട്ടുള്ള പോളിനേഷൻ നടന്ന് നല്ല ഉൽപാദനക്ഷമതയോടുകൂടി വരുന്ന നല്ല പ്രതിരോധശേഷിയും ഉൽപാദനക്ഷമതയും ഉള്ള ജാതികളാണ് ഹൈബ്രിഡ് ജാതികളായിട്ട് വരുന്നത്. ഒരുപാട് വളം ചെയ്ത് ഒരുപാട് വളപ്രയോഗത്തിലോടുകൂടി നിറച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന ഇനങ്ങളുണ്ട്. അതൊന്നും ഹൈബ്രിഡിൽ പെട്ടില്ല. ചെറിയ വളത്തിൽ നല്ല ഉൽപാദനമുള്ള ജാതികൾ, നല്ല ഉൽപാദനക്ഷമതയുള്ള ജാതികൾ മാത്രമേ നമുക്ക് ഹൈബ്രിഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഓരോ ഇനങ്ങൾ ഓരോരുത്തരും, ഓരോ വീട്ടുകാർ അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ, ഓരോ കർഷകർ പേരിട്ടിറക്കുന്ന ഇനങ്ങളാണ്, ഓരോ ബ്രാൻഡുകളാണ്. നമ്മളിപ്പോൾ ഇത് ജാതി നടുമ്പോൾ വളം ചെയ്യേണ്ട, അടിയിൽ വലിയൊരു കുഴി കുത്തി വളം ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. വലിയൊരു കുഴി കുത്തുക, അതിനകത്തോട്ട് കുറേ ആട്ടുംകാട്ടം, ചാണകം, നാട്ടിൽ കിട്ടുന്ന എല്ലാ രാസവളങ്ങളും എല്ലാം കൂടെ വലിച്ചു വരിയിടുക. ഇങ്ങനെയുള്ള സംവിധാനമേ ഇല്ല. അത് തെറ്റാണ്. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം നമ്മൾ ഇന്ന് വരെ പഠിച്ച പഠനങ്ങളിലൊന്നും തായ് വേര് വളം വലിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അടിയിലുള്ള വേര് വളം വലിക്കുന്നതായിട്ട് പഠിച്ചിട്ടില്ല. ഒരു പഠനങ്ങളിലും ഇല്ല. മുകളിൽ ഭൂമിയിൽ മേൽമണ്ണിൽ നിൽക്കുന്ന 1-2 ഇഞ്ച് കനത്തിലുള്ള വേരുകൾ മാത്രമേ വളം വലിക്കുന്നുള്ളൂ. അല്ലാത്ത വേരുകളൊന്നും വളം വലിക്കുന്നില്ല. അതുകൊണ്ട് യാതൊരു കാരണവശാലും അടിയിൽ വളങ്ങളൊന്നും ഇടരുത്. ഇട്ടാലുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തായ് വേര് ആഴങ്ങളിലോട്ട് ഇറങ്ങിപ്പോയി വെള്ളം വലിച്ചെടുക്കാനും മരത്തിനെ വീഴാതെ സംരക്ഷിച്ച് നിർത്തേണ്ടതുമായ തായ് വേരിൻ്റെ ആഴത്തിലോട്ടുള്ള വളർച്ചേനെ ഈ വളം തടസ്സപ്പെടുത്തും. അതുകൊണ്ട് യാതൊരു കാരണവശാലും അടിയിൽ വളം ഇടരുത്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു സംവിധാനം ഉണ്ടായി എല്ലാവരും പറയുന്നുണ്ടല്ലോ എന്ന് പറയും. നമ്മുടെ വടക്കൻ മേഖലകളിൽ വെട്ടുകല്ല് പോലത്തെ മണ്ണുണ്ട്. അങ്ങനെയുള്ള മണ്ണിൽ നമ്മളൊരു കുഴി കുത്തിയിട്ട്, അതായത് വേരിറങ്ങില്ല, ചെറിയ ചെടിയുടെ വേരിറങ്ങുകയില്ല. അപ്പോൾ ഒരു കുഴി കുത്തിയിട്ട് ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അത് മൂടും, ഒരു എയർ പാസ് കിട്ടാൻ വേണ്ടി. ആ ഒരു സംവിധാനത്തെയാണ് വലിയൊരു കുഴി കുത്തി 10-20 കൊട്ട ചാണകം ഇട്ട് മൂടി വലിയ സംഭവമാക്കി എടുത്തേക്കുന്നത്. അത് ഈ ചാണകം അല്ലെങ്കിൽ മറ്റു വളങ്ങളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ചൂട് മുകളിലോട്ട് എടുത്തിട്ട്, മഴക്കാലത്താകുമ്പോൾ കുഴപ്പമില്ല, വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ആ മുകളിലോട്ട് എടുത്തിട്ട് ചെടിയുടെ വളർച്ചേനെയും ബാധിക്കും. ഇനി ഈ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ അടിവളമൊക്കെ ചെയ്തിട്ട് നട്ട് ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ ഈ ചെടി പറിച്ചു നോക്കിക്കോ, ഇട്ട വളം മുഴുവൻ അവിടെ ഉണ്ടാവും. ഈ വേരിന് അതിന് അടിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ പല ചെടികളുടെയും വേരുകൾ വളഞ്ഞ് ദിശ മാറി ഇറങ്ങിപ്പോയത്, അടിയിലോട്ട് ഇറങ്ങിപ്പോയത് കാണാം. തായ് വേരുള്ള ചെടികളുടെ കേട്ടോ, അല്ലാത്തതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ അനുഭവം, എൻ്റെ ജീവിതമാണ്. എൻ്റെ കയ്യിൽ നിന്ന് തഴമ്പൊക്കെ പോയിട്ട് ഒരു 5-10 വർഷമായിട്ടുള്ളൂ. അതുവരെ ഈ 6 ഏക്കർ സ്ഥലത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാഴ്ചകൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഹൈബ്രിഡ് ജാതികളുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ നടുന്ന രീതികൾ, പിന്നെ അതിനകത്ത് കാട്ടുജാതിയുടെ വേര്, അതൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയുണ്ടായി. അപ്പം കർഷകർക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം കണ്ടെത്തിയാണ് നമ്മളിവിടെ എത്തിയത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലൂടെ, ഈ കാഴ്ചകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. ബൈ.